So guys, in the gaming mouse in the review ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, and the mouse is from brand Corsair. So Corsair brand entry level ൽ വരുന്ന ഒരു gaming mouse ആണ് Corsair Katar Pro. Ultra lightweight, compact, symmetric shape, 12,400 DPI, 6 programmable buttons and easy plug and play setup. You're on Techno Factory with me Sumodh. തുടങ്ങാം. Okay, first of all, straight price angam parayam. Currently innathe Amazon price 1699 rupees aanu. Amazon, Flipkart and mattu online stores il available aanu, and maybe endengilum deals o karyangalo varuvanengil 1500 റേഞ്ചിൽ കിട്ടുന്ന ഒരു മൗസ് ആണിത്. അൺബോക്സിംഗ് എന്ന് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. ആകെ ബോക്സിൽ വരുന്നത് മൗസും 2 പേപ്പേഴ്സുമാണ്, മാനുവലും ഇൻസ്ട്രക്ഷൻ മാനുവൽ ആൻഡ് വാറന്റി പേപ്പർ. അത്രേ ഉള്ളൂ. സിമ്പിൾ പാക്കേജിംഗ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു എൻട്രി ലെവൽ ലൈറ്റ് വെയ്റ്റ് ഗെയിമിംഗ് മൗസ് ആണ്. ആൻഡ് കോർസെയർ ആസ് എ ബ്രാൻഡ് നമുക്കറിയാം ഹൈ ക്വാളിറ്റി PC കോമ്പണന്റ്സ് ആൻഡ് PC പെരിഫറൽസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പക്ഷേ ഗെയിമിംഗ് മൗസ് കാറ്റഗറിയിൽ അത്ര ഫേമസ് അല്ല, ബിക്കോസ് കോർസെയറിന്റെ യൂഷ്വലി പെരിഫറൽ ലൈനപ്പ് നോക്കുവാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് കമ്പയർ ടു അതർ ബ്രാൻഡ്സ്. സോ ആക്ച്വലി കുറേ നാൾ കഴിഞ്ഞിട്ടാണ് കോർസെയർ എന്ന ബ്രാൻഡിൽ നിന്ന് ഒരു ബഡ്ജറ്റ് സീരീസിൽ ഗെയിമിംഗ് മൗസ് വരുന്നത്. ഇതിനു മുമ്പേ കോർസെയറിന്റെ ഹാർപൂൺ എന്നൊരു മൗസ് ഉണ്ടായിരുന്നു, പക്ഷെ അത്ര പോപ്പുലർ ആയില്ല, ഒരു ഫ്ലോപ്പ് ഡിസൈൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് കോർസെയർ കറ്റാർ പ്രോ. സോ എനിവേസ്, മൗസിന്റെ ഡിസൈനിനെ കുറിച്ച് പറയുവാണെങ്കിൽ നല്ലൊരു സിമ്പിൾ ഡിസൈൻ ആണ്. രണ്ട് സൈഡ്സും സിമെട്രിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊരു ഡിസൈൻ ആണ്. ഷേപ്പ് വൈസ് അല്ലെങ്കിൽ ഇനീഷ്യൽ ലുക്സ് വൈസ് പറയുവാണെങ്കിൽ ഇതേ ബഡ്ജറ്റ് കാറ്റഗറിയിൽ വരുന്ന ലോജിടെക് G102 ഓർ 203 അല്ലെങ്കിൽ ഈവൻ ലോജിടെക് G305 അതേ സിമിലർ ലുക്സ് ആണ്. ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ എന്ന് പറയാൻ പറ്റും. ടോപ്പ് പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ ആണ്. പക്ഷേ സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണ് ചെറിയ ഡിഫറൻസ് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത്. മൗസിന്റെ സെന്റർ പോർഷനിൽ നിന്ന് ബാക്കിലോട്ടുള്ള സ്ലോപ്പ് ഏരിയയിൽ നമുക്ക് ചെറിയ ഡിഫറൻസ് കാണാം. സോ ഓവറോൾ ഡിസൈൻ നല്ലതാണ്. മാറ്റ് ഫിനിഷിംഗ് ആണ് മോസ്റ്റ്ലി മൗസിൽ യൂസ് ചെയ്തേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഗ്രിപ്പിംഗിനും നല്ലതാണ്. ഈവൻ രണ്ട് സൈഡ്സിൽ നോക്കുവാണെങ്കിൽ കോർസെയറിന്റെ തന്നെ ട്രയാങ്കിൾ പാറ്റേൺ ടെക്സ്ചേർഡ് ഫിനിഷ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. സോ അതുകൊണ്ട് സൈഡ് ഗ്രിപ്പിംഗ് കുറച്ചും കൂടി സ്ട്രോങ് ആണ്. ഐ മീൻ പേഴ്സണലി എന്റെ ഹാൻഡ്സിന്റെ സൈസ് വെച്ച് നോക്കുവാണെങ്കിൽ മൗസിന്റെ ഗ്രിപ്പ് ആകട്ടെ ഷേപ്പ് ആകട്ടെ നല്ല പെർഫെക്റ്റ് ഫിറ്റ് ആണ്. സോ മോസ്റ്റ്ലി സ്മോൾ ടു മീഡിയം ഹാൻഡ്സ് ഉള്ളവർക്ക് വേണ്ടി നല്ലൊരു മൗസ് ആയിരിക്കും. കംഫർട്ടബിളി ഹാൻഡിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് യൂഷ്വൽ എല്ലാ ടൈപ്സ് ഓഫ് ഗ്രിപ്പിംഗ് പാറ്റേൺ ഓക്കെ ആണ്. നേരത്തെ പറഞ്ഞ പോലെ കറ്റാർ പ്രോ മൗസിലെ ഗ്രിപ്പിംഗ് അല്ലെങ്കിൽ സൈഡ് പാറ്റേൺ ആക്ച്വലി ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല കൺട്രോൾ ഉണ്ട് ആൻഡ് ഓവറോൾ മാറ്റ് ഫിനിഷ് ആൻഡ് ഈ സൈഡിലെ ടെക്സ്ചേർഡ് പാറ്റേൺ കാരണം ഒരു ഓവറോൾ നല്ല ലുക്കാണ് ആൻഡ് നല്ല ഗ്രിപ്പിംഗും ആണ്. ആ സെന്ററിൽ നിന്നുള്ള ചെറിയ കർവേച്ചർ കാരണം വലിയ ഹാൻഡ്സ് ആണെങ്കിൽ ചിലപ്പം ഫുൾ ആയിട്ട് പിടിക്കാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ സ്മോൾ ടു മീഡിയം ഹാൻഡ്സിന് ഫുൾ പാം ഗ്രിപ്പ് ഓക്കെയാണ്. അതേപോലെ ക്ലോ ഗ്രിപ്പായിട്ട് യൂസ് ചെയ്യാനാണെങ്കിലും നല്ലൊരു മൗസ് ആണ്. ഈവൻ ഫിംഗർ ടിപ്സിൽ യൂസ് ചെയ്യാനും കുഴപ്പമില്ല, നല്ലപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. സോ എല്ലാ ഗ്രിപ്പ് ടൈപ്സിനും വലിയ കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മൗസ് ആണ്. ഈവൻ മൗസിൽ ബ്രാൻഡിങ്ങിന്റെ കാര്യം നോക്കുവാണെങ്കിലും വലുതായിട്ട് ബ്രാൻഡിംഗ് ഒന്നുമില്ല. ആകെ കോർസെയറിന്റെ ഒരു ലോഗോ ആണ് നമ്മൾ കാണുന്നത്. അതും ഡാർക്ക് ബ്ലാക്ക് കളറിൽ ഒരു ഗ്ലോസി ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നത്. മൗസ് ഡയമെൻഷൻസ് നോക്കുവാണെങ്കിൽ ലെങ്ത് ഈസ് 115.8 mm, വിഡ്ത്ത് 64.2 mm ആൻഡ് ഹൈറ്റ് നോക്കുവാണെങ്കിൽ 37.8 mm ആണ്. ഓവറോൾ മൗസിന്റെ വെയിറ്റ് 69 grams ആണ് കോർസെയർ പറയുന്നത്. ഐ തിങ്ക് ഇത് ഓൺലി മൗസിന്റെ ആ യൂണിറ്റ് മാത്രമായിരിക്കും. സോ വിത്ത് കേബിൾ വെച്ച് നോക്കിയപ്പോൾ നമുക്കിവിടെ കാണുന്നത് 75 grams ആണ് ടോട്ടൽ. സോ ലൈറ്റ് വെയിറ്റ് മൗസ് ആണ്, ഈസി ആയിട്ട് മനൂവർ ചെയ്യാൻ പറ്റും. കേബിൾ ലെങ്ത് വരുന്നത് 1.8 meters ആണ്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ബ്രേഡഡ് കേബിൾ അല്ല, നോർമൽ ആയിട്ടുള്ള കേബിൾ ആണ്. ബ്രേഡഡ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു, പക്ഷേ കുഴപ്പമില്ല, ഇതും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കേബിൾ തന്നെയാണ്. മൗസ് മൂവ്മെന്റിനെ അത്രയ്ക്ക് എഫക്ട് ചെയ്യത്തക്ക ഹെവി ആയിട്ടുള്ള കേബിൾ ഒന്നുമല്ല, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്ലെയിൻ കേബിൾ ആണ്. ആൻഡ് മെയിൻ കാര്യം പറയാൻ വിട്ടുപോയ RGB ഇല്യൂമിനേഷൻ. സോ RGB നോക്കുവാണെങ്കിൽ സ്ക്രോൾ വീലിന്റെ രണ്ട് സൈഡ്സിലും ഒരു റിംഗ് ലൈറ്റ് പാറ്റേണിലാണ് കൊടുത്തേക്കുന്നത്. RGB കളേഴ്സ് റിയലി ബ്രൈറ്റ് ആൻഡ് യൂണിഫോം ആണ്. ആൻഡ് ഈവൻ iCUE സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമുക്ക് കളേഴ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പല എഫക്ട്സ് കോൺഫിഗർ ചെയ്യാനും പറ്റും. ബോട്ടം സൈഡ് ഗ്ലൈഡിംഗ് ഫീഡ്സിന്റെ കാര്യം പറയാനാണെങ്കിൽ PTFE ടെഫ്ലോൺ കോട്ടഡ് ഫീഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. സോ ഗ്ലൈഡിംഗ് നല്ല സ്മൂത്ത് ആണ്. 2-3 മൗസ് മാറ്റ്സിൽ ടെസ്റ്റ് ചെയ്ത് നോക്കി, ഗ്ലൈഡിംഗ് ഈസ് ഗുഡ്. ആൻഡ് ഈ രണ്ട് ഫീഡ്സ് നല്ല സ്ട്രോങ് ഗ്ലൂ യൂസ് ചെയ്തുകൊണ്ടാണ് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. സോ അത്ര പെട്ടെന്നൊന്നും റിമൂവ് ആയി പോകത്തില്ല. ഇത് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് പാട് വിട്ടു ഞാൻ. നെക്സ്റ്റ് ഈ മൗസിന്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റി റിയലി ഗുഡ്. നോർമലി വരുന്ന ബഡ്ജറ്റ് സീരീസ് അല്ലെങ്കിൽ ചീപ്പ് മൗസസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. ലൈറ്റ് വെയിറ്റ് ആണ് ബട്ട് സ്റ്റഡി. ടോട്ടലി മൗസിൽ 6 ബട്ടൺസ് ആണുള്ളത്. ഫ്രണ്ടിലെ 2 ബട്ടൺസ്, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 2 ബട്ടൺസ് ആൻഡ് ടോപ്പിലെ DPI ബട്ടണും സ്ക്രോൾ വീലിന്റെ ബട്ടണും. സോ അങ്ങനെ ടോട്ടൽ 6 ബട്ടൺസ് ആണ്. ആൻഡ് ബട്ടൺസിന്റെ ക്വാളിറ്റി നല്ല സ്ട്രോങ് ആൻഡ്
ആൻഡ് സ്റ്റഡി ആണ്. എസ്പെഷ്യലി ഫ്രണ്ടിലെ 2 ബട്ടൺസ്. ഫ്രണ്ടിലെ 2 ബട്ടൺസ് ഇത്രയും ദിവസം ഞാൻ യൂസ് ചെയ്തതിൽ വോബ്ലിനെസ് ഒന്നും ഫീൽ ചെയ്തില്ല. നോർമലി ചീപ്പായിട്ടുള്ള മൗസസ് നോക്കുവാണെങ്കിൽ കുറച്ച് ദിവസം യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഫ്രണ്ടിലെ ബട്ടൺസ് ചെറുതായിട്ട് സൈഡിലോട്ട് വോബിൾ ചെയ്ത് തുടങ്ങും. പക്ഷേ ഈ മൗസിൽ ഇത്രയും ദിവസം ഞാൻ യൂസ് ചെയ്തു, ഓൾമോസ്റ്റ് ഒരു 3 to 4 weeks യൂസ് ചെയ്തു. ഇതുവരെ നല്ല സ്ട്രോങ് ആൻഡ് സ്റ്റഡി ആണ്. സൈഡിലോട്ട് വോബ്ലിംഗ് ഒട്ടും നോട്ടീസ് ചെയ്തില്ല. നല്ല സ്ട്രോങ്ലി വെൽ പ്ലേസ്ഡ് സ്റ്റഡി മൗസ് ബട്ടൺസ് ആണ്. ആൻഡ് എല്ലാ മൗസ് ബട്ടൺസും നല്ല ടാക്ടൈൽ ആൻഡ് ക്ലിക്കി ഫീഡ്ബാക്ക് ആണ് തരുന്നത്. ആൻഡ് സ്ക്രോൾ വീലിന്റെ കാര്യം പറയുവാണെങ്കിലും അത്യാവശ്യം നല്ല ഗ്രിപ്പി ആൻഡ് റെസ്പോൺസീവ് ആണ്. സ്ക്രോൾ വീലിലും നമ്മൾ സൈഡിൽ കാണുന്ന അതേ ട്രയാങ്കിൾ പാറ്റേൺ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. സോ ഓവറോൾ ബട്ടൺസിന്റെ റെസ്പോൺസ് എല്ലാം ഡീസെന്റ് ആണ്. ആൻഡ് ഈ ബട്ടൺസിൽ യൂസ് ചെയ്തേക്കുന്ന സ്വിച്ച് കോർസെയർ അല്ലെങ്കിൽ മറ്റ് ആർട്ടിക്കൽസ് പറയുന്നത് ഒമറോൺ സ്വിച്ചസ് ആണ്. ഒമറോൺ D2FC F-K 50 million ക്ലിക്ക് റേറ്റ് ഉള്ള ചൈനീസ് സ്വിച്ചസ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം എൻ്റെ മൗസിൽ ഞാൻ കണ്ടത് കയൽ സ്വിച്ചസ് ആണ്, ഒമറോൺ സ്വിച്ചസ് അല്ല. സോ മേ ബി എനിക്കറിയത്തില്ല റീജിയൻ വൈസ് ഡിഫറൻസസ് ഉണ്ടോ എന്ന്. ആൻഡ് വെബ്സൈറ്റ് പറയുന്നത് 30 million ക്ലിക്സ് റേറ്റഡ് ആണെന്നാണ് ഫ്രണ്ടിൽ 2 ബട്ടൺസ്. ഇനി മെയിൻ പാർട്ട് സെൻസർ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് പിക്സാർട്ട് PAW3327 മോഡൽ സെൻസർ ആണ്. ഇതൊരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ചീപ്പ് ആൻഡ് ബെസ്റ്റ് സെൻസർ ആണ്. ആക്ച്വലി പിക്സാർട്ടിന്റെ 3327 ഒറിജിനൽ മോഡൽ അല്ല യൂസ് ചെയ്തേക്കുന്നത്. ഇത് കോർസെയർ മോഡിഫൈ ചെയ്ത ഒരു വേരിയന്റ് ആണ്. ഒറിജിനൽ മോഡലിൽ DPI മാക്സിമം 12,000 ആണ് സപ്പോർട്ടഡ്. കോർസെയർ കുറച്ചുകൂടെ മോഡിഫൈ എന്തൊക്കെയോ ചെയ്ത് ക്ലെയിം ചെയ്യുന്നത് ഇതിൽ DPI 12,400 വരെ കിട്ടുമെന്നാണ്. DPI ലെവൽസ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചേഞ്ച് ചെയ്യാൻ പറ്റും iCUE സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട്. ബൈ ഡിഫോൾട്ട് 800, 1500 and 3000 ഈ റേഞ്ചിലാണ് 3 DPI സെറ്റ് ചെയ്തേക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കോർസെയറിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആയതുകൊണ്ട് തന്നെ DPI വേരിയേഷൻ ഇതിൽ കാണുന്നുണ്ട്. കാരണം 12,000 ആണ് ഒറിജിനൽ മോഡലിന്റെ DPI ഫുൾ റേഞ്ച്, ബട്ട് ഇവിടെ 12,400 ആണ്. സോ ചെറിയ മോഡിഫിക്കേഷൻ ചെയ്തതുകൊണ്ട് തന്നെ DPIയിൽ ഡീവിയേഷൻ കാണുന്നുണ്ട്. DPI ഡീവിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആക്ച്വലി മൗസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൽ സെറ്റ് ചെയ്യുന്ന DPI ആയിരിക്കത്തില്ല എക്സാക്ട്ലി മോണിറ്ററിൽ കാണുന്നത്. സോ മേ ബി ലൈക്ക് 3000 ആണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ 3200 അല്ലെങ്കിൽ 3600 ഈ റേഞ്ചിലായിരിക്കും ശരിക്കും മോണിറ്ററിൽ വരുന്നത്. സോ ഇത് വലുതായിട്ട് ആരും നോട്ടീസ് ചെയ്യത്തൊന്നുമില്ല, വലിയ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ എന്നാലും 6 to 7% DPI വേരിയേഷൻ ഉണ്ട്. നോർമലി ഒരു പ്രോ ലെവൽ അല്ലെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഫഷണൽ ഗെയിമിംഗ് മൗസിൽ 1 to 2% DPI വേരിയേഷൻ അലൗഡ് ആണ്. പക്ഷേ അതിൽ കൂടുതൽ നോർമലി പ്രോ യൂസേഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഗെയിമേഴ്സ് പ്രിഫർ ചെയ്യത്തില്ല. സിമിലർലി ഇതൊരു ബഡ്ജറ്റ് റേഞ്ച് സെൻസർ ആയതുകൊണ്ട് തന്നെ ഇത് കോമൺ ആണ്. ഓൾമോസ്റ്റ് ഈ ബഡ്ജറ്റ് കാറ്റഗറിയിൽ വരുന്ന എല്ലാ മൗസസിലും ഇതൊരു കോമൺ സംഭവം തന്നെയാണ്. നെക്സ്റ്റ് മൗസിന്റെ പോളിംഗ് റേറ്റ് മാക്സിമം 1000 Hz ആണ്. സോ ഇവിടെ കോർസെയർ പറയുന്ന 1000 Hz ഓൾമോസ്റ്റ് അക്യുറേറ്റ് തന്നെയാണ്. നമുക്ക് 1000 Hz തന്നെയാണ് കാണുന്നത്. പോളിംഗ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൗസിന്റെ എക്സാക്ട് പൊസിഷൻ എത്ര പ്രാവശ്യം ഒരു സെക്കൻഡിൽ PC ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നു, ആ ഒരു സംഭവമാണ് പോളിംഗ് റേറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ 1000 Hz എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡിൽ മൗസ് സെൻസർ 1000 പ്രാവശ്യം PC ആയിട്ട് അല്ലെങ്കിൽ പ്രോസസറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എക്സാക്ട് മൗസിന്റെ പൊസിഷൻ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും. സോ ഈ പോളിംഗ് റേറ്റ് എത്ര കൂടുതലാണോ അത്രയും ബെറ്റർ ആക്യുറസി ആയിരിക്കും കിട്ടുന്നത്. കാരണം അത്രയും കൂടുതൽ പ്രാവശ്യം മൗസ് എക്സാക്ട് പൊസിഷൻ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും. സോ ഗെയിമിലെ ആക്യുറസി അത് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. സോ 1000 എന്ന് പറയുന്നത് നോർമൽ ഒരു കാഷ്വൽ അല്ലെങ്കിൽ അത്യാവശ്യം പ്രോ ലെവൽ ഗെയിമറിന് ഓക്കെ ആണ് 1000 പോളിംഗ് റേറ്റ്. നെക്സ്റ്റ് മൗസിന്റെ ലിഫ്റ്റ് ഓഫ് ഡിസ്റ്റൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 3 to 4 mm ലിഫ്റ്റ് ഓഫ് ഡിസ്റ്റൻസ് ആണ് ഞാൻ നോട്ടീസ് ചെയ്യുന്നത്. സോ ലിഫ്റ്റ് ഓഫ് ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൗസ് നിങ്ങൾ ഇൻ കേസ് ചെറുതായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്ത് മൂവ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ മൗസ് ഇപ്പോഴും ട്രാക്കിംഗ് ആയിരിക്കും അല്ലെങ്കിൽ മൗസ് പോയിന്റർ മൂവ് ആയിക്കൊണ്ടിരിക്കും. സോ ഇതിനെയാണ് ലിഫ്റ്റ് ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഇത് യൂഷ്വലി ഒരു പ്രൊഫഷണൽ ഗെയിമർ ആണ് അല്ലെങ്കിൽ ഒരു പ്രോ ലെവൽ ഗെയിമിംഗ് മൗസ് ആണെങ്കിൽ 1 to 2 mm ലിഫ്റ്റ് ഓഫ് ഡിസ്റ്റൻസ് നമുക്ക് പെർമിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഇതൊരു ബഡ്ജറ്റ് റേഞ്ച് സെൻസർ ആണ് ആൻഡ് ബഡ്ജറ്റ് റേഞ്ച് മൗസ് ആണ്. സോ അതുകൊണ്ട് ഇത് ഹൈ ലെവൽ ഗെയിമിംഗ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ലെവൽ ഗെയിമേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടല്ല, കാഷ്വൽ ഗെയിമേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇറക്കിയേക്കുന്നത്. സോ ലിഫ്റ്റ് ഓഫ് ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ അത് അത്ര നല്ലൊരു കാര്യമല്ല. സ്പെഷ്യലി പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാസ്റ്റ് പേസ്ഡ് ഗെയിംസ് കളിക്കുന്നവർ, ഫാസ്റ്റ് ആയിട്ട് മൗസ് ഫ്ലിക്ക് ചെയ്ത് മൂവ് ചെയ്ത് കളിക്കുന്നവർ, ഇതുപോലത്തെ ഫാസ്റ്റ് പേസ്ഡ് ഗെയിംസ് കളിക്കുന്നവർക്കൊക്കെ എയിമിംഗിൽ ഇഷ്യൂ വരാൻ ചാൻസസ് ഉണ്ട്. സോ ലിഫ്റ്റ് ഓഫ് ഡിസ്റ്റൻസ് ബഡ്ജറ്റ് സീരീസ് ആയതുകൊണ്ട് തന്നെ 3 to 4 mm പെർമിറ്റബിൾ ആണ്, ഓക്കെ ആണ്. ഇത് നിങ്ങൾക്ക് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്രയാണ് ലിഫ്റ്റ് ഓഫ് ഡിസ്റ്റൻസ് എന്നുള്ളത്. ജസ്റ്റ് നമുക്ക് 2-3 CD-യുടെ ആവശ്യം വരും. പഴയ CDs ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഒരു CD വെച്ചിട്ട് അതിന്റെ മേളിൽ നമ്മൾ മൗസ് പ്ലേസ് ചെയ്തിട്ട് ജസ്റ്റ് മൂവ് ചെയ്ത് നോക്കുക. അതായത് സെൻസർ കവർ ചെയ്തത് സെൻസർ ഏരിയ ഓപ്പൺ ആയിരിക്കണം. ബാക്ക് പാർട്ട് മാത്രം
CDL വെച്ചിട്ട് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് മൗസ് ഒന്ന് മൂവ് ചെയ്ത് നോക്കും. ഇൻ കേസ് മൂവ് ആവുന്നുണ്ടെങ്കിൽ അതിന്റെ മേളിൽ ഇനിയൊരു CD വെച്ചിട്ട് വീണ്ടും മൗസ് അങ്ങനെ തന്നെ വെച്ചിട്ടൊന്ന് മൂവ് ചെയ്യും. സോ ഇതുപോലെ 2, 3, 4 CD വെച്ച് മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്റ്റേജ് വരുമ്പോൾ മോണിറ്ററിൽ മൗസ് പോയിന്റർ മൂവ് ആവുന്നത് നിന്ന് പോകും. സോ ദാറ്റ് മീൻസ് അവിടെയാണ് സെൻസർ കട്ട് ഓഫ് ആകുന്നത്. സോ എന്നിട്ട് എത്ര CD വെച്ചോ കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി. ഒരു CD അപ്രോക്സിമേറ്റ്ലി 1 മില്ലിമീറ്റർ ആണ് അതിന്റെ തിക്നെസ് വരുന്നത്. സോ ഇൻ കേസ് 4 എണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ 4 മില്ലിമീറ്റർ, 3 എണ്ണം ആണെങ്കിൽ 3 മില്ലിമീറ്റർ. സോ ഇവിടെ അപ്രോക്സിമേറ്റ്ലി 3 to 4 mm ആണ് നോട്ടീസ് ചെയ്തത്. 3 CD വെച്ചപ്പം ചെറുതായിട്ട് മൂവ്മെന്റിൽ ഒരു ഡിഫറൻസ് വന്നു. പക്ഷേ 4th one വെച്ചപ്പോഴാണ് കംപ്ലീറ്റ്ലി മൗസിന്റെ ട്രാക്കിംഗ് നിന്നത്. ദാറ്റ് മീൻസ് 3 to 4 mm ആയിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ്ലി ലിഫ്റ്റ് ഓഫ് ഡിസ്റ്റൻസ് പറയാം. ഇതൊന്നും ആക്ച്വലി ഒരു ബഡ്ജറ്റ് സീരീസ് മൗസ് അല്ലെങ്കിൽ കാഷ്വൽ ഗെയിമിങ്ങിന് വേണ്ടി എയിം ചെയ്ത മൗസിൽ വലുതായിട്ട് നോക്കേണ്ട അല്ലെങ്കിൽ അത്രയ്ക്ക് സീരിയസ് ആയിട്ട് നോക്കേണ്ട കാര്യമൊന്നുമല്ല. പക്ഷെ എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഫൈനലി സോഫ്റ്റ്വെയർ സപ്പോർട്ടിന്റെ കാര്യം പറയുവാണെങ്കിൽ കോർസെയർ വെബ്സൈറ്റിന് നമുക്ക് iCUE സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഈ iCUE സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുവാണെങ്കിൽ കോർസെയറിന്റെ എന്തൊക്കെ പെരിഫറൽസ് അല്ലെങ്കിൽ ആക്സസറീസ് നമ്മൾ PC-യിൽ കണക്ട് ചെയ്തിട്ടുണ്ടോ എല്ലാം യൂണിഫോം ആയിട്ട് നമുക്ക് മോണിറ്റർ ആൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഇവിടെ RGB ലൈറ്റിംഗ് നോക്കുവാണെങ്കിൽ ടോട്ടൽ 13 ഡിഫറെന്റ് എഫക്ട്സ് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഈവൻ ഓരോ DPI ലെവലിനും ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. സിമിലർലി സോഫ്റ്റ്വെയറിൽ തന്നെ നമുക്ക് ഈസിലി DPI റേഞ്ചും ചേഞ്ച് ചെയ്യാൻ പറ്റും. ബൈ ഡിഫോൾട്ട് ആയിട്ട് 3 ക്ലിക്സിൽ ഏതാണോ കൊടുത്തേക്കുന്നത് നമുക്ക് റൈറ്റ് സൈഡിലെ ബോക്സിൽ ഈസിലി ചേഞ്ച് ചെയ്ത് കോൺഫിഗർ ചെയ്യാം. ഓൾസോ മാക്സിമം DPI 12,400 വരെ നമുക്ക് iCUE സോഫ്റ്റ്വെയറിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈവൻ വേണമെങ്കിൽ മൗസ് ബട്ടൺസിൽ മാക്രോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും പറ്റും നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച്. സോ ഓവറോൾ ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു മൗസിൽ സോഫ്റ്റ്വെയർ സപ്പോർട്ടും കൂടി വരുന്നത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. എനിവേസ് പേഴ്സണലി എന്റെ യൂസേജിന്റെ ബേസിസിൽ പറയുവാണെങ്കിൽ നല്ലൊരു ഗെയിമിംഗ് മൗസ് തന്നെയാണ് ബഡ്ജറ്റ് യൂസേഴ്സിന് വേണ്ടി. കാഷ്വൽ ഗെയിമിംഗ് ഒക്കെ എയിം ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു മൗസ് തന്നെയാണ്. ഈവൻ ചെറിയ രീതിയിൽ പ്രൊഫഷണൽ ആയിട്ടൊക്കെ ഗെയിംസ് കളിക്കുന്നുണ്ടെങ്കിലും ഓക്കെയാണ്. ഐ മീൻ ഓരോരുത്തർക്കും പ്രിഫറൻസ് ഡിഫറെന്റ് ആയിരിക്കും. സോ അധികം RGB ഒന്നും ഇല്ലാത്ത സിമ്പിൾ ലുക്കിംഗ് സ്ട്രോങ് ആൻഡ് സ്റ്റഡി ബഡ്ജറ്റ് ഗെയിമിംഗ് മൗസ് ആണ് കറ്റാർ പ്രോ. അതും കോർസെയർ എന്ന നല്ല റെപ്യൂട്ടഡ് ബ്രാൻഡിന്റെ. നോർമലി കോർസെയർ ബ്രാൻഡിന്റെ ഗെയിമിംഗ് പെരിഫറൽസ് എല്ലാം കുറച്ച് എക്സ്പെൻസീവ് ആണ്. ബട്ട് 1600 rupees റേഞ്ചിൽ കോർസെയർ കറ്റാർ പ്രോ ഒരു വർതി ഓപ്ഷൻ തന്നെയാണ്. ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. ഡിസൈൻ, ഷേപ്പ് ആൻഡ് ഗ്രിപ്പ് ഫീൽസ് റൈറ്റ്. സ്ട്രോങ് ആൻഡ് സ്റ്റഡി ബട്ടൺസ്, സ്വിച്ചസ് റെസ്പോൺസീവ് ആണ്. സെൻസറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബഡ്ജറ്റ് റേഞ്ചിൽ ബെസ്റ്റ് സെൻസർ ആണ്. ഡീസന്റ് പെർഫോമിംഗ് സെൻസർ ആണ്. RGB ആൻഡ് സോഫ്റ്റ്വെയർ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് യൂസിങ് iCUE സോഫ്റ്റ്വെയർ. കേബിൾ മാത്രം ബ്രേഡഡ് അല്ല, നോർമൽ കേബിൾ ആണ്. അത് മാത്രം ചെറിയൊരു നെഗറ്റീവ് ആയിട്ട് പറയാൻ വേണമെങ്കിൽ. അല്ലാതെ ഈ ബഡ്ജറ്റ് റേഞ്ചിലുള്ള മൗസിൽ പറയത്തക്ക ഹെവി ആയിട്ടുള്ള നെഗറ്റീവ്സ് ഒന്നുമില്ല. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മൗസ് തന്നെയാണ് കോർസെയർ കറ്റാർ പ്രോ. ഇതിന്റെ സെയിം വയർലെസ് അവൈലബിൾ ആണ്. ഐ തിങ്ക് 4000 റേഞ്ച് എന്തോ ആണ് വരുന്നത്. പക്ഷേ ഇൻ കേസ് നിങ്ങൾ വയർലെസ് ഒരു ഗെയിമിംഗ് മൗസ് നോക്കുന്നുണ്ടെങ്കിൽ ലോജിടെക്കിന്റെ G305 നല്ലതാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു 2-2.5 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. 2500 ഓർ ബിലോ ദാറ്റ് റേഞ്ച്, അണ്ടർ 2500 റേഞ്ചിൽ നല്ലൊരു വയർലെസ് ഗെയിമിംഗ് മൗസ് ആണ് ലോജിടെക് G305. എനിക്ക് തോന്നുന്നു നാട്ടിൽ മോഡൽ നമ്പറിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു. 304 ആണെന്ന് തോന്നുന്നു നാട്ടിൽ. അതെന്തായാലും പർച്ചേസ് ലിങ്ക്സ് ഇൻ കേസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സോ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് തൊട്ടടുത്തുള്ള മണി ഒന്ന് അടിച്ചിട്ടേക്കാം. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.